ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നില്ല എന്നതാണോ ഇമ്പോർട്ടന്റ്, അതോ നിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി പെരുമാറണം എന്നുള്ളതാണോ ഇമ്പോർട്ടന്റ്? യു റൈറ്റ് ചേട്ടാ. നത്തിങ് ഈസ് റൈറ്റ് വിക്രാന്ത്. എന്തായാലും നീ വിചാരിക്കുന്നൊന്നും ശരിയല്ല. ചേട്ടാ, എന്താ സംഭവിച്ചെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. പ്ലീസ് ലിസൺ ടു മീ. ഓക്കെ, പറയൂ. അതില് മുഴുവനായിട്ടും 50 ലക്ഷം രൂപയില്ല. ഇപ്പോ വെറും 20 ലക്ഷമേ ഉള്ളൂ. ഇനി പറ, ബാക്കിയുണ്ടായിരുന്ന 30 ലക്ഷം അവിടെ പോയി. അത്രയും കാശിന്റെ ആവശ്യം നിനക്ക് എന്താ ഉള്ളേ? അതുപോലെ ഈ ഒരു കാര്യം എന്നിൽ നിന്ന് മറച്ചു വെക്കേണ്ട കാര്യം എന്താ? കാര്യം എന്താന്ന് വെച്ചാ കാര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടാ. അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ആ കാശെടുത്ത് ഉപയോഗിച്ചത്. അത് തന്നെ ഞാനും ചോദിച്ച, എന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? സോറി വിക്കി, ഞാനിപ്പോ ഒന്നും പറയാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല. ഞാൻ ദൈവത്തിനെ തൊട്ട് സത്യം ചെയ്യാൻ ചേട്ടാ, ആ കാശിന്റെ പേരിലാണെങ്കിൽ എനിക്ക് ആരതിയോട് ഒരു ദേഷ്യമില്ല. ശരിക്കും അതെന്റെ മൈൻഡിൽ പോലുമില്ല. ആ കാശ് എന്തിനു വേണ്ടിയാണ് ആരതി ചെലവാക്കാൻ പോയെന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവൾ ഒരുപാട് സ്നേഹിച്ചതാണ്, അവളുടെ ഭർത്താവായിട്ട്. ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ അവളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടാണ് കണ്ടത്. പക്ഷെ അവളോ അതുപോലെ ട്രീറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. കുറഞ്ഞ പക്ഷം എന്താണ് സംഭവിച്ചത് എന്നോട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഒരു തെറ്റാണോ ചേട്ടാ? ആദ്യം എന്നോടൊന്നും പറഞ്ഞില്ല, ഓക്കെ. ഞാൻ ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞിട്ടും അത് പറഞ്ഞില്ല എന്ന് വെച്ചാൽ അത് തെറ്റല്ല ചേട്ടാ. അവൾക്കും പ്രശ്നങ്ങളുണ്ടാവും. അതെന്തായാലും ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം അവൾ എന്തുകൊണ്ട് ഓർത്തില്ല? ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടായ ഒറ്റയ്ക്ക് തന്നെ എല്ലാം ഫേസ് ചെയ്യണമെന്നാണോ? അതൊക്കെ പോട്ടെ, ഞാൻ എത്രയൊക്കെ ചോദിച്ചിട്ടും അവൾ വാശി തന്നെയാ. അത് മാത്രമല്ല അവൾ ചെയ്യുന്നേ, ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവളിൽ നിന്ന് അകന്നു നിൽക്കുക. ഞാൻ അവൾക്ക് ഞാൻ വിചാരിച്ച അത്രയും ക്ലോസ് അല്ല. അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. എന്റെ സ്ഥാനത്തിന് മറ്റാരായിരുന്നെങ്കിലും ഇതുപോലെ തന്നെ പ്രതികരിക്കുള്ളൂ ചേട്ടാ. ശരിയാണ് വിക്രാന്ത്. നമ്മളൊരാൾ ഒരുപാട് ഇഷ്ടപ്പെടുമ്പോ കാര്യങ്ങളൊന്നും മറച്ചു വെക്കുന്നത് ശരിയല്ല. അത് കറക്റ്റാടാ. നീയും അത് തന്നെയല്ലേ പറയാൻ വന്നതും? എക്സാക്ട്ലി ചേട്ടാ. ഈ ഒരു കാര്യം കൊണ്ട് എനിക്ക് ഒരുപാട് ഹേർട്ടായി. അറിഞ്ഞോ അറിയാതെയോ എന്റെ ഈഗോയും ഒരുപാട് ഹേർട്ടായി. പക്ഷെ ഇത് എല്ലാ റിലേഷനിലും വർക്ക് ആവോ വിക്രാന്ത്? ബന്ധങ്ങൾ ഇമ്പോർട്ടന്റ് ആണെങ്കിൽ വർക്ക് ആവേണ്ടതാണല്ലോ ചേട്ടാ. കറക്റ്റ്. ധ്രുവ അമൂല്യയുടെ വീട്ടിലാണെന്ന് നിനക്കും ആദ്യക്കും അറിയാവുന്നതല്ലേ? മാത്രമല്ല, അവനെ ഇനി മേലെ കാണാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. നിന്റെ ആംഗിളിൽ നിന്നുകൊണ്ട് ആലോചിക്കുവാണെങ്കിൽ നീ ചെയ്ത ആ തെറ്റ് ഞാൻ ക്ഷമിച്ചതൊക്കെ നീ മറന്നുപോയോ? പറയടാ വിക്രാന്ത്. പക്ഷെ ഈ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ് ചേട്ടാ. ഒരുപാട് സ്നേഹമുള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ സ്നേഹം എന്ന് വെച്ച വിശ്വാസമാണെന്ന്. അത് സത്യമാണെന്നുണ്ടെങ്കിൽ നീയും നിന്റെ സ്നേഹത്തിൽ വിശ്വസിക്കണം വിക്രാന്ത്. ആരതിയുടെ വിഷയത്തിൽ ഒരുപാട് സ്നേഹവും വിശ്വാസവും ഒക്കെ കാണിച്ചിരുന്നു. നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ എന്താടാ കാരണം? ഇപ്പൊ നിനക്ക് അവള് വാല്യൂ ഇല്ലാത്ത ഒരു പെൺകുട്ടിയായി മാറി. പക്ഷെ മുൻപ് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വിക്രാന്ത്. റിലേഷൻഷിപ്പും ബോണ്ടിങ്ങും ഒക്കെ നമ്മൾ നന്നായി കൈകാര്യം ചെയ്യണം. എല്ലാവർക്കും അതിന്റെ വാല്യൂ മനസ്സിലാവണമെന്നില്ല. ഡെഫിനറ്റ്ലി റിലേഷൻഷിപ്പ് ആവുമ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ എതിരെ നിൽക്കുന്ന ആളുടെ കണ്ണ് നനയ്ക്കരുത്. ഈ റോഡിലൊക്കെ സൈൻ ബോർഡ് എന്തിനാ വെച്ചിരിക്കുന്നത് നിനക്കറിയാലോ? ആളുകൾ വഴി തെറ്റി പോകാതിരിക്കാനാണ് അതിൽ ആരോ മാർക്ക് വെച്ചിരിക്കുന്നത്. നീ ഇപ്പോ ആ ആരോ നോക്കുന്നില്ല. അതായത് ഓപ്പോസിറ്റ് സൈഡിൽ ആരതി ആയതുകൊണ്ട് നീ അതിന് ശ്രദ്ധ കൊടുക്കാത്തത്. അവളായതുകൊണ്ടാ ഇങ്ങനെ. നിന്റെ ആംഗിളിൽ അവള് ചെയ്തത് തെറ്റാ, അവളുടെ ആംഗിളിൽ നീ ചെയ്തതും തെറ്റ്. പക്ഷെ നിങ്ങളുടെ നടുവിൽ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും ചെയ്ത് ശരിയാന്നേ പറയൂ. നമ്മൾ ഏത് ആംഗിളിൽ പ്രശ്നത്തെ കാണുന്നു എന്നുള്ളതാ വിക്രാന്ത് ഏറ്റവും പ്രധാനം. ഓരോ ആക്ഷനും ഓരോ റീസൺസ് ഉണ്ട്. പക്ഷെ ആക്ഷൻസിന് റിയാക്ഷൻ നമ്മൾ പ്രീ പ്ലാൻ ചെയ്യരുത്. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ടോം ആൻഡ് ജെറി പോലെ വിക്രാന്ത്. അത്രയും പ്രശ്നങ്ങളും വഴക്കും പാരവെക്കലും അങ്ങനെയാടാ ലൈഫും. റിലേഷൻഷിപ്പ് കൊണ്ടുപോകേണ്ടത് വലിയൊരു ടാസ്ക് തന്നെ.
ദേഷ്യം, വഴക്ക് ഇവയൊക്കെ പ്രേമിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെറിയ വാക്കുകൾ തന്നെയായിരിക്കും വിക്രാന്ത്. പക്ഷെ പ്രേമിച്ച് കല്യാണം കഴിച്ച നിനക്ക് സ്നേഹത്തിന്റെ മുൻപിൽ വേറെ ഒന്നും കാണാൻ പാടില്ല വിക്രാന്ത്. നിന്റെ ലക്ഷ്യം അവളെ സ്നേഹത്തോടെ സംരക്ഷിക്കുന്നത് മാത്രമായിരിക്കണം. സ്നേഹത്തിനിടയിൽ പ്രശ്നങ്ങൾക്ക് പ്രാധാന്യമില്ല വിക്രാന്ത്. പ്രശ്നം മറികടക്കുന്നവനാണ് വിജയ്. ഈ സ്നേഹം എന്ന് പറയുന്നത് വെറും വാക്കല്ല, അത് പ്രകടിപ്പിക്കാനുള്ളത്. ഈ വലിയ ലോകത്തിൽ നമ്മൾ ആകെ മനസ്സിലാക്കിയ കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ വളരെ കുറച്ചു പേരെ ക്ലോസ് ആയിട്ടുള്ളൂ. അതിലും കുറച്ചു പേരാ നമ്മുടെ ഫാമിലി ആയിട്ടുള്ളത്. അതിലും ഒരാൾ മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അയാളെ തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ പിന്നെ നമുക്ക് എങ്ങനെയാടാ സന്തോഷം കിട്ടുക? വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ പിന്നെ ആരോടാ അതൊക്കെ ഷെയർ ചെയ്യടാ? ജീവിതത്തിൽ യാതൊരു റിലേഷൻഷിപ്പും വെക്കാത്ത ആൾക്കാരെ യോഗി എന്ന് വിളിക്കും. പക്ഷെ ബന്ധങ്ങൾ ഉണ്ടായിട്ടും അതിന് വില കൊടുക്കാത്ത ആൾക്കാരെ രോഗി എന്നാ വിളിക്കുക. ആ രോഗം നിനക്ക് വരാൻ പാടില്ല. വിരഹവും വൈരാഗ്യവും ഒന്നും തെറ്റല്ലടാ, പക്ഷെ അതിനുള്ള കാരണം വലുതായിരിക്കണം. സ്നേഹം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു തരും വിക്രാന്ത്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കും. നിന്റെ സുഹാസിന്റെ കല്യാണം നടത്താന്ന് വിചാരിക്കുക. അവനും നീ തമ്മിലൊന്ന് സംസാരിച്ചു നോക്ക്. അവന്റെ ഫാമിലിയിൽ നമുക്കിത് സംസാരിക്കാന്നേ. നിങ്ങളുടെ കല്യാണം നടത്താന്നാ ഞങ്ങൾ ആലോചിക്കുന്നത്. എന്തു പറയുന്നു? എന്തൊരു കഷ്ടോ ഇത്. എന്താമോ എന്തു പറ്റി? ഒന്നുമില്ല ഏട്ടത്തി. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ഏട്ടത്തി. ശരി, ഇരിക്കെ. നോക്കാമോ, എന്തൊക്കെയാണെങ്കിലും വീട്ടിലുള്ളവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും നിന്റെ കല്യാണത്തെ കുറിച്ച് ഒരുപാട് ആഗ്രഹം ഉണ്ടാവില്ലേ? അവർക്കും പ്രായം കൂടി വരികയല്ലേ? എല്ലാ മാതാപിതാക്കൾക്കും കല്യാണ പ്രായത്തിയ മക്കളെ കല്യാണം കഴിച്ചഴിപ്പിക്കണമെന്ന് തന്നെയാ അവരാഗ്രഹവും. എന്ന് വിചാരിച്ച് ഞാനോ നിന്റെ ചേട്ടനോ പറഞ്ഞതനുസരിച്ച് കണ്ണടിച്ച് താലി കെട്ടണമെന്ന് ഞാൻ പറയില്ല. നീ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ നിന്റെ കണ്ടീഷൻ ഓക്കെ ആണോ നോക്കി നിനക്ക് ചേരുന്ന പയ്യനാണോ നോക്കാം. അതുകൊണ്ടാണ് നീയും സുഹാസും ഒന്ന് മീറ്റപ്പ് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചത്. നിന്റെ കണ്ടീഷൻ എല്ലാം ഓക്കെ ആണെങ്കിൽ പിന്നെ എന്ത് തടസ്സം ഉണ്ടാവാനാണല്ലേ? അവസാനായിട്ട് നിന്നെ ഒരു പയ്യൻ കാണാൻ വന്നപ്പോ എല്ലാം ഓക്കെ ആയിരുന്നതല്ലേ? അത് പിന്നെ വേദാന്ത് ചേട്ടന്റെ കാര്യങ്ങൾ ആലോചിച്ച് അങ്ങ് പോയതല്ലേ? അവൻ എന്തോ പെൺകുട്ടികളെന്ന് പറഞ്ഞ പഴയതുപോലെ തീരെ ഇഷ്ടമല്ല. എന്തായാലും നീ അവനെ ആലോചിച്ച് ജീവിതം കളയുന്നത് ഒട്ടും തന്നെ ശരിയല്ല. ശരിയായ സമയത്ത് തന്നെ ആണി ഓടിക്കുവാണല്ലോ ഏട്ടത്തി. നീ വെറുതെ എന്റെ ചേട്ടന് വേണ്ടി ജീവിതം പാഴാക്കരുത്. നിനക്കൊരു ജീവിതമില്ലേ? അപ്പൊ നിന്റെ സന്തോഷത്തിന് വിലയില്ലേ? ചേട്ടത്തി, നമ്മളൊരാളെ പ്രണയിച്ചു കഴിഞ്ഞാൽ അത് അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പറ്റാറില്ലല്ലോ. എന്ന് വെച്ചാ നീ ഇപ്പോഴും ചേട്ടനെ പ്രണയിക്കുന്നുണ്ടോ? അയ്യോ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരുന്ന എന്ത് ചെയ്യും? ഏട്ടത്തി, ഞങ്ങൾ തമ്മിൽ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി കല്യാണം മാത്രം ഞങ്ങൾക്കിടയിൽ ബാക്കിയുള്ളൂന്ന് നീ പറയുന്നത് കേൾക്കാനാ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. ശത്രുക്കൾ എവിടെയാണെന്ന് നോക്കിയിരിക്കുമ്പോ വീട്ടിനകത്തുനിന്ന് തന്നെ വരുവാണല്ലോ. എന്തൊരവസ്ഥ ഇതിപ്പോ. ഞാൻ നേരിട്ട് വന്ന് വിട്ടതുപോലെ ഉണ്ടല്ലോ ദൈവമേ. അമ്മു, നീ പറയ. നീ ഇപ്പോഴും എന്റെ ചേട്ടന്. ഏട്ടത്തി, അതങ്ങനെയല്ല. എനിക്ക് കുറച്ച് സമയം തരൂ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. അഞ്ജു, നിന്റെ മുഖം കാണുമ്പോ തന്നെ അറിയാമോ, ഒരാവശ്യമില്ലാതെ നീ എന്നോട് നാടകം കളിക്കായിരുന്നല്ലോ. നിന്റെ ചേട്ടനെ പോലെ അല്ല ഞാൻ മേനോൻ ഫാമിലിയിലെ പെണ്ണ. ഷെർലോക്ക് ഹോംസിന്റെ ഫാൻ കൂടിയ. ഈ കാര്യം നിന്റെ വായിന്ന് തന്നെ പുറത്തു വരുത്തിക്കാനുള്ള എല്ലാ വഴിയും എനിക്കറിയാം.
നീ പഠിച്ച സ്കൂളില് ഞാൻ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ഷേ, എത്ര വൃത്തിയിട്ട ആൾക്കാരാ. പാവോ പെൺകുട്ടി, എന്ത് തെറ്റാ ചെയ്തേ? എപ്പോഴും കണ്ണീര് മാത്രം. മറ്റുള്ളവർക്ക് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ട് ജീവിക്കയില്ലേ? അങ്ങനെ ഒരു കുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങള് ദൈവം എന്തായാലും വെറുതെ വിടില്ല. അയ്യോ, ദാ വരുന്ന്. ഞാൻ ഈ സീരിയലിൽ അത്യാവശ്യ സീൻ കണ്ടോണ്ടിരിക്കാൻ വന്ന്. എന്താ പ്രമീത്, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്ന് അതിലൊന്നും മാറാൻ പോണില്ല. നാളെ അത് വീണ്ടും കാണാലോ. ഒന്ന് ഇവിടം വരെ ഒന്ന് വന്നേ. അയ്യോ, ദാ വരുന്നു. ആ പതുക്കെ പതുക്കെ ഇങ്ങോട്ടാ. എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഞാൻ നോക്കുമ്പോ കൈ നിറയെ പാത്രങ്ങൾ കൊണ്ട് നിങ്ങൾ വരിക, അതും ഇത്രയധികം പാത്രങ്ങള്. പൈസ മുഴുവൻ ചെലവാക്കിയല്ലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാം കുറഞ്ഞ വിലക്ക് കിട്ടിയത്. നമ്മുടെ രാജൻചേട്ടന്റെ പരിചയത്തില്ലേ, ഈ കൊറോണ കാലത്ത് ഹോട്ടൽ നടത്താൻ പറ്റാതെ പൂട്ടിപ്പോയ ഒരാളുണ്ടായിരുന്നു. അവരുടെ കയ്യിലെ ചെറിയ വിലയ്ക്ക് പാത്രങ്ങളുണ്ടെന്ന് രാജൻചേട്ടൻ പറഞ്ഞായിരുന്നു. ഞാൻ എന്റെ പ്ലാൻ രാജൻചേട്ടനോട് പറഞ്ഞായിരുന്നു. രാജൻചേട്ടൻ തന്നെ എല്ലാം ചെയ്തു. നമുക്ക് ആവശ്യമുള്ളത് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അതും വിചാരിച്ചതിന്റെ പകുതി വിലയ്ക്ക്. അതുകൊണ്ടാ മുന്നും പിന്നൊന്നും ആലോചിക്കാതെ എല്ലാം അങ്ങോട്ട് വാങ്ങി. ഷേ, അതത്ര ശുഭലക്ഷണമല്ലല്ലോ. അവർക്ക് നഷ്ടം വന്ന കച്ചവടമാണെന്ന് പറയുന്നതും കേട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യോ? അതിനെന്താ? അല്ല, നഷ്ടത്തിലായവരുടെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച നമ്മുടെ ബിസിനസിന് എന്തു പറ്റും? നമുക്ക് ലാഭം വരുമോ? അതൊരു നല്ല നിമിത്തം അല്ലല്ലോ. ഇത് നല്ല കഥയല്ലോ. നമ്മുടെ കഠിനാധ്വാനത്തിൽ എന്തായാലും ഫലം കിട്ടും. അവർക്ക് നഷ്ടം വന്നതിനൊരു കാരണമുണ്ടല്ലോ. അവര് ഹോട്ടൽ തുടങ്ങിയ സമയത്ത് കൊറോണ വന്നു. അതിൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാഴ്സലും പോയില്ല. പിന്നെ അവരെങ്ങനെ ബിസിനസ് നടത്തും? അതുകൊണ്ടല്ലേ അവർക്ക് നഷ്ടം വന്നത്. അവരുടെ കാര്യം വലിയ കഷ്ടം. അതൊന്നും നോക്കാനുള്ള സമയം നമുക്കില്ല. നമുക്കിത് തുടങ്ങാൻ ഒരു പ്രശ്നമില്ല. മറ്റുള്ളവർക്കൊരു ധൈര്യമോ? എത്ര നാൾ ഈ ബിസിനസ് കൊണ്ട് ഇങ്ങനെ ജീവിക്കും? എത്ര നാൾ ഇത് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റും? എന്തായാലും ആൾക്കാരൊക്കെ വരുമല്ലോ അല്ലേ? വരണമെന്ന എന്റെ ആഗ്രഹം. നമ്മുടെ ബിസിനസ് കൊണ്ട് നമ്മൾ ആർക്കും ഇന്നുവരെ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. നമ്മൾ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാത്തവരാണെന്ന് എല്ലാവരും പറയാറുണ്ടല്ലോ. ആദ്യ ദിവസങ്ങളിൽ കുറവാണെങ്കിൽ ആളുകൾ വന്നോളും. വന്നവരുടെ അഭിപ്രായം കേട്ട കൂടുതൽ ആളുകൾ വന്നോളും. എന്തെങ്കിലും ആവട്ടെ, ദൈവത്തെ നിങ്ങളെയും വിശ്വസിച്ച് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ദൈവത്തിനെ മാത്രം വിശ്വസിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കാം. നീ ടെൻഷൻ എടുക്കണ്ട. അങ്ങനെ തന്നെ ആവട്ടെ. ശരി, പുറത്ത് കുറച്ചുകൂടി സാധനങ്ങളുണ്ട്. നിനക്ക് എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നീയും കൂടി ഒന്ന് എടുത്തിട്ടോ. ആരുള്ളതൊന്നും എടുക്കണ്ട. ശരിയെന്നേ. നിനക്കിനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അതാണ് എന്റെ ആഗ്രഹം. നമുക്കെന്നും മുന്നോട്ട് പോകാൻ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ശരിയാ. ഒരു മിനിറ്റ്, ഈ കാറ് ചേട്ടന്റെ വീട്ടിലേക്ക് പോന്നെ. നമ്മൾ പോകുന്നത് ആ കാറിലാണ്. ലഗേജ് ആ കാറിലേക്ക് വെക്ക്. എന്താ ചെയ്യുന്നേ? ആ കാറിൽ വെക്കാനല്ലേ പറഞ്ഞേ? ഏത് കാറാണെന്ന് വെച്ചാൽ അതിലോട്ടങ്ങ് വെച്ചോ. എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും താല്പര്യമില്ല. ഏട്ടത്തി, നമ്മൾ പോകുന്ന ആ കാറിലാണ്. ലഗേജ് ഇങ്ങ് തന്നെ. ധ്രുവ, ആ ബാഗും ഈ കാർ തന്നെ വെച്ചോ. ആർദിനി എന്റെ വീട്ടിലേക്ക് വരുന്നത്.
ടെൻഷൻ ആവണ്ടോ അവിടെ കൊച്ചെ. ചേട്ടന് എല്ലാ കാര്യങ്ങളും അറിയാം. ഞങ്ങളെ പിന്നെ ഒന്നിപ്പിച്ചത് ചേട്ടനാ. ഒന്നിച്ച് ജീവിക്കുമ്പോ പലതും മനസ്സിലാക്കേണ്ടി വരും. അതിനെ മനസ്സിലാക്കിപ്പിച്ച് ഞങ്ങൾ ഇതുപോലെ ഒരുമിപ്പിച്ചത് ചേട്ടൻ തന്നെയാണ്. ഏട്ടത്തി, ഞങ്ങളെല്ലാവരും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യും. അയ്യോ, ഞാൻ ഒരുപാട് മിസ് ചെയ്താ മോനെ. നിന്റെ സെന്റിമെന്റൽ ഡയലോഗ് പറഞ്ഞ് വീണ്ടും 2 ദിവസം കൂടെ വീട്ടിൽ നിർത്തണം നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കല്ലേ. ഇല്ല വിക്കി, ഞാനിനി അങ്ങനെയൊന്നും പറയില്ല. എന്റെ വീട്ടിൽ പോയി നിൽക്കണമെങ്കിലും നമ്മൾ ഒരുമിച്ച് തന്നെ പോകും. ഇക്കി, ഇപ്പൊ നിനക്ക് സന്തോഷമായില്ലേ? അമൂല്യ, നമ്മുടെ കാറാതാ. നിന്റെ അനിയത്തിക്കും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ലേറ്റ് ആവും. ഇല്ല കണ്ണൻ ചേട്ടാ, ഞാനിപ്പോ ചേച്ചിയുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് പോവും. ഓ ദാറ്റ്സ് ഗുഡ്. ആക്ച്വലി ഞാൻ പറയാൻ വരെയായിരുന്നു. എനിക്കും അമൂല്യക്കും കുറച്ച് ബിസിനസ് മാറ്റേഴ്സ് സംസാരിക്കാനുണ്ട്. അതിനുള്ള സമയം എപ്പോഴാ കിട്ടുമെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. നെയ്യും അങ്ങോട്ട് വരുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഓ അങ്ങനെയാണോ? ശരി, ആയിക്കോട്ടെ. ഞാനും വരാം. അതിനെന്തിനെ രാഘവലെ പോലെ എക്സ്പ്രഷൻസ് എടുത്താ അവിടെ കൊച്ചെ. വരുവാണെ വന്നോ, ഒരു കുഴപ്പമില്ല. എന്താ വെറുതെ ചിരിച്ചോണ്ടിരിക്കുന്നത്? എന്തുപറ്റി? എന്നാ ടെൻഷനായിരിക്കുന്നത്? വീട്ടിലേക്ക് പോയതിനു ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് അമ്മ ദേഷ്യത്തിലായിരിക്കുമല്ലോ. അതിന്റെ പേരില് മുത്തശ്ശിയും അമ്മയും എന്നോട് ദേഷ്യപ്പെടുന്നുള്ള പേടിയാ എനിക്ക്. അങ്ങനെയൊന്നും സംഭവിക്കില്ല മോളെ. മുത്തശ്ശിക്കൊന്നും അങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെടാനേ സാധിക്കില്ല. മാത്രമല്ല, അമ്മയ്ക്ക് നിന്നോട് ഒട്ടും ദേഷ്യം ഉണ്ടാവില്ല. ഈ ആരതി തിരിച്ചു വന്നുകൊണ്ട് മാത്രമല്ലാതെ അമൂല്യ എന്തിനാ വേദാന്തിന്റെ കൂടെ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഛേ, ആദ്യ ഇങ്ങോട്ടേക്ക് വാ. ഇങ്ങോട്ട് വാ. ആരതി എടുക്ക്. പിടിക്കും. ഇവിടെയല്ല, പുറത്തേക്ക് ഇറങ്ങി നിക്ക്. ഒരമ്മയാവാൻ പോവാ. ഒന്നും അറിയില്ല അല്ലേ? അമ്മയാവാനുള്ളവര് ഇതൊക്കെ അറിയണമെന്നുണ്ടോ മുത്തശ്ശി? നിനക്ക് ഞാനും വരുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകണ്ട. വലതുകാലം വെച്ച് അകത്തേക്ക് വരൂ.
ഒരു സന്ധ്യയിൽ മനമേ നീ പാടൂ